നമ്മുടെ വടക്കേ മലബാറിലെ പാരമ്പര്യ കലകളിൽ എന്തുകൊണ്ടും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കലയാണ് തിടമ്പ് നൃത്തം. കല എന്നതിലുപരി ഒരു അനുഷ്ഠാനം, ഒരു ആചാരം എന്ന നിലയിലാണ് തിടമ്പ് നൃത്തത്തിൻ്റെ പ്രാധാന്യം. സമീപകാലത്താണ് തിടമ്പ് നൃത്തം ഒരു കല എന്ന രീതിയിൽ ശ്രദ്ധേയമാകാനും ക്ഷേത്രകലാ അക്കാദമി, ഫോക്ലോർ അക്കാദമി തുടങ്ങിയ അക്കാദമികളുടെ ശ്രദ്ധയിൽപ്പെടാനുമൊക്കെ ഇടയായിട്ടുള്ളത്. ഇന്നത്തെ നേർവഴിയിൽ നാം പരിചയപ്പെടുന്നത് പ്രഗത്ഭനായിട്ടുള്ള ഒരു തിടമ്പ് നൃത്ത കലാകാരനാണ് അണലക്കാട്ട് മാധവൻ നമ്പൂതിരി. തിടമ്പ് നൃത്തത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും നാം അദ്ദേഹവുമായി സംസാരിക്കുകയാണ്. പ്രേക്ഷകരെല്ലാം ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. നേർവഴി. കേരളത്തിലെ, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലെ പൈതൃക കലകളിൽ പലതുകൊണ്ടും വേറിട്ടു നിൽക്കുന്ന അനുഷ്ഠാന കലയാണ് തിടമ്പ് നൃത്തം. ക്ഷേത്രാചാരം എന്ന നിലയിൽ മാത്രം പരിഗണിക്കപ്പെട്ടിരുന്ന തിടമ്പ് നൃത്തം സവിശേഷവും വ്യവസ്ഥാബദ്ധവും താളനിബദ്ധവുമായ ഒരു നൃത്തകലാരൂപമാണെന്ന് തിരിച്ചറിയുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നത് സമീപകാലം മുതലക്കാണ്. പൂജാവിധികളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നൃത്തം, ഗീതം, വാദ്യം തുടങ്ങിയ ഉത്സവവേളകളിൽ വിപുലമായി സമർപ്പിക്കപ്പെട്ടു പോരുന്നുണ്ട്. ഭക്തജനങ്ങൾക്ക് ആനന്ദവും അനുഗ്രഹവും പ്രദാനം ചെയ്യുവാനായി ദേവൻ നേരിട്ട് ഭക്തർക്കിടയിൽ ഇറങ്ങി വന്ന് തിരുമുറ്റത്ത് നടനമാടുന്നു എന്നതാണ് തിടമ്പ് നൃത്തത്തിൻ്റെ സങ്കല്പം. നമസ്കാരം. അണലക്കാട്ട് മാധവൻ നമ്പൂരി നമ്മുടെ ഈ ഉത്തര മലബാറിലത്തെ പ്രഗത്ഭനായിട്ടുള്ള ഒരു തിടമ്പ് നൃത്ത കലാകാരനാണ്. കല എത്രാണ്ട് പ്രാഗൽഭ്യം ഉണ്ടെന്നുള്ളത് പിന്നെ കാണുന്നവരാണല്ലോ തീരുമാനിക്കുന്നത്. എന്നായാലും ഒരു അനുഷ്ഠാനപരമായിട്ടുള്ള ഒരു കലയാണല്ലോ, നമ്മുടെ പാരമ്പര്യ കലയിൽ പ്രധാനപ്പെട്ട ഒരു കലയാണ്. അനുഷ്ഠാന കലയായതുകൊണ്ട് അത് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ തിടമ്പ് നൃത്തം എന്ന് പറഞ്ഞാൽ അത് പഠിക്കാനുള്ള ഒരു യോഗം ഉണ്ടായി. അങ്ങനെ നിരവധി ക്ഷേത്രത്തിൽ ദേവീദേവന്മാരെ വിഗ്രഹം തലയിലേറ്റി നൃത്തം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതെന്തോ ഒരു പൂർവ്വജന്മ സുഹൃതം, അത്രയും ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ തിടമ്പ് നൃത്തം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരുവിധ ആളെല്ലാം ഉത്സവത്തിന് മുമ്പ് ഇത് കാണുമല്ലോ. പക്ഷെ അതിനെക്കുറിച്ച് പലർക്കും ശരിക്കും അറിയില്ല. തിടമ്പ് നൃത്തം എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യം ഇതിന്റെ ഉത്ഭവം ശരിക്കും തൃച്ചംബരത്താണെന്നാണ് പറയുന്നത്. തൃച്ചംബരത്ത് പിന്നെ ബലരാമകൃഷ്ണന്മാരെ ലീല, അത് പിന്നെ രണ്ട് തടമ്പ്. പിന്നെ കൃഷ്ണന്റെ ലീല കാണുന്ന ഈ ശമ്പര മഹർഷി ഈ ആഗ്രഹം പ്രകടിപ്പിച്ച ഫലമായിട്ട് ഉണ്ടായതാണ് തിടമ്പ് നൃത്തം എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഉത്ഭവം എഴുതി വെച്ച ചരിത്രമൊന്നുമില്ല, കേട്ടുകേൾവി. പിന്നെ ഈ അവിടെ പറഞ്ഞാല് തിടമ്പ് തലയിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നൃത്തം തുടങ്ങി. പിന്നെ അവിടെ ഈ ചിട്ടപ്പെടുത്തിയ താളക്രമോ ഇതൊന്നുമില്ല, ഒന്നുമില്ല. ഇപ്പോൾ പിന്നെ ഈ നമ്മളെ പൂക്കോത്തുകടയിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് കൊട്ടിയോറിക്കുന്ന ചടങ്ങ് അതൊക്കെ കൊട്ടുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊന്നും പിന്നെ
ചെയ്യുന്നില്ല. അതൊക്കെ എണ്ണങ്ങൾ കൊട്ടുക. നമ്മളിപ്പോൾ ശരിക്ക് തടമ്പ് നൃത്തത്തിൽ കൊട്ടിയുറയ്ക്കലോട് കൂടിയിട്ടാണ് തടമ്പ് നൃത്തം തുടങ്ങുന്നത്. അതായത് മെല്ലെ കൊട്ട് തുടങ്ങി മുറുകുമ്പോൾ നൃത്തം തുടങ്ങുക. കൊട്ടി ഉറയിക്കുക എന്ന് പറയും. ഇപ്പം തെയ്യത്തിന് ഇപ്പോൾ ഉറയുന്നുണ്ട്. അതുപോലെ കൊട്ടി ഉറയിക്കുക പാണി സമ്പ്രദായത്തിലെ കൊട്ടാണ്. പാണി സമ്പ്രദായത്തിൽ പിന്നെ വാദ്യക്കാർ മാരാമാർ കൊട്ടി ഉറയിക്കലാണ്. അതുപോലെ എന്ന് പറഞ്ഞാൽ ഈശ്വര ചൈതന്യത്തിന്റെ ഒരു അംശം നമ്മളിലേക്ക് പകർന്ന് തരുന്ന ഒരു സമ്പ്രദായം. അതാണ് പിന്നെ ഈ കൊട്ടിയുറയിക്കൽ. അവിടുന്ന് അങ്ങോട്ടേ നൃത്തം തുടങ്ങും. പിന്നെ അങ്ങോട്ട് നൃത്തത്തിന് കൊട്ടുവാന്ന് പറയുക. പിന്നെ ഈ അതുപോലെ ഈ തടമ്പ് എന്ന് പറഞ്ഞാൽ ഇത് എന്നാ വിചാരിക്കുന്നത്, സാധാരണ നമ്മളെ ഈ പൂജാവിധികളിൽ നൃത്തം, ഗീതം, വാദ്യം ഇങ്ങനെയുള്ള ഇതൊക്കെ അർഘ്യമായിട്ട് കൊടുക്കുന്നുണ്ട് പ്രസന്ന പൂജയുടെ സമയത്ത്. പിന്നെ ഇതെല്ലാം ഈ ഉത്സവകാലങ്ങളിൽ വിപുലമായിട്ട് ക്ഷേത്രങ്ങളിലുണ്ടാവും, അത് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സങ്കല്പവും പറയാം ഇതിന്. ഭഗവാൻ നേരിട്ട് ഭക്തജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അവർക്ക് അനുഗ്രഹവും പിന്നെ ആനന്ദവും നൽകുന്ന ഒരു പിന്നെ ഒരു രീതി. ഈ ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, അപ്പോൾ ഓരോ ക്ഷേത്രത്തിന് നിശ്ചിത ചുവട് അങ്ങനെയുണ്ടോ അതോ എല്ലായിടത്തും പിന്നെ ഒരേ താളം, 4 താളം 5 പ്രദർശനം. അത് ദുർലഭം ചില ദേവീക്ഷേത്രങ്ങളിൽ ഈ നമ്മളെ ചൊല്ലി ഭഗവതി അങ്ങനെയുള്ളവരുടെ കലവറ നൃത്തം എന്ന് പറയാം. അതിന് ചെമ്പ താളം ഉണ്ടാവും. മറ്റ് ഒട്ടുമുക്കാലും എല്ലാം ഈ തകിലടി, അടന്ത, ചെമ്പട, പഞ്ചാരിവട്ടം. പഞ്ചാരിവട്ടം എന്ന് പറയും. അത് അവസാനം മനസ്സിലാവും പഞ്ചാരി തന്നെയാണ്. അത് പഞ്ചാരിവട്ടം ചെറിയൊരു വ്യത്യാസത്തിൽ അവസാനം അത് പഞ്ചാരിയിൽ തന്നെ അത് പഞ്ചാരി തന്നെ വരിക. പിന്നെ ഏകതാളത്തിൽ പിന്നെ ഒരു പ്രദർശനം. ഏകതാളത്തും കലാശിച്ച് ലാസ്റ്റ് ഏകതാളം കലാശിച്ച് കഴിഞ്ഞാൽ അത് അന്നേരം നമുക്ക് മനസ്സിലായി ഒരു തൃച്ചംബരത്തെ സമ്പ്രദായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. തൃച്ചംബര സമ്പ്രദായത്തിൽ പിന്നെ ഓടി പിന്നെ ഓട്ടപ്രദർശനം ക്ഷേത്രത്തിൽ. പൊതുവെ ഒന്നും പറയാറുണ്ട്, ഞാൻ നല്ല ചെറുപ്പത്തിലേക്ക് കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ തെയ്യത്തിൻ്റെ പുറപ്പാടും നൃത്തത്തിൻ്റെ അവസാനമാണ് കാണേണ്ടത്. അതെ. പക്ഷേ വേറൊരു രസം എന്താ വെച്ചാൽ മുമ്പൊന്നും നൃത്തം കാണാൻ ആൾക്കാർ നിൽക്കലില്ല. നൃത്ത കയ്യിൽ തൊഴിൽ ഇത് വളരെ പ്രധാനമാണ്. ദേവന് നേരിട്ട് കൊടുക്കുന്ന കാണിക്കുകയാണ് ഈ പിന്നെ തൃക്കൈ പണ്ണാരെന്ന് പറയും. തൃക്കൈയിൽ തൊഴുത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എല്ലാവരും സ്ഥലം വിടും. അപ്പോൾ പിന്നെ ആരും ഇത് കാണാൻ നിൽക്കലില്ലായിരുന്നു ഒരു കാലത്ത്, പഴയ കാലത്ത്. പിന്നെ ചെറിയ മാറ്റങ്ങൾ തടമ്പ് നൃത്തത്തിൽ ചില മനോധർമ്മങ്ങൾ ഇതെല്ലാം വന്ന് ഇതിന്റെ ചടുലതയും ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇത് ആസ്വാദനത്തിലേക്ക് ഇത് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ആൾക്കാർ തടമ്പ് നൃത്തം കാണാൻ നിൽക്കുന്നു. അഭിപ്രായം പറയും. അതെ, അഭിപ്രായങ്ങൾ പറയും. മുമ്പ് ബദിരമന എൻ്റെ അറിവില്, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അറിവില് ഞാൻ 19ാമത്തെ വയസ്സിലാണ് അരങ്ങേറ്റം കഴിക്കുന്നത്. ആ കാലഘട്ടത്തിൽ പറഞ്ഞ ബദിരമന ഈ നീലേശ്വരത്തിൽ ബദിരമന ശ്രീധരൻ നമ്പൂതിരി നൃത്തത്തിൻ്റെ അധികായം ഇന്നും നൃത്തത്തിൻ്റെ അധികായം തന്നെയാണ്. പിന്നെ അദ്ദേഹം തിടമ്പെടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദേവിയുടെ തിടമ്പെടുത്ത് നിന്ന് കഴിഞ്ഞാൽ ദേവിയായിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ ഹനുമാൻ അമ്പലത്തിൽ എത്രയോ കാലം ഹനുമാരെ തിടമ്പെടുത്ത ആളാണ്. അപ്പോൾ ഹനുമാരാണെന്ന് നമുക്ക് തോന്നും. പ്രത്യേകം പറയേണ്ടതില്ല ഇത് ഏതാ ഹനുമാരെ തിടമ്പെന്ന് ചോദിക്കണ്ട, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇദ്ദേഹമാണ്. പറഞ്ഞാൽ ആ ഒരു എന്തോ ഒരു മുഖത്തിന് എന്തോ ഒരു തേജസ്. മട്ടന്നൂർ അമ്പലത്തിന് അനവധി കാലം ഉണ്ടായി അദ്ദേഹം. 84 വയസ്സ് വരെ തിടമ്പെടുത്തു മട്ടന്നൂർ. അന്നൊന്നും പിന്നെ ഇന്നത്തെ പിന്നെ നൃത്തം വെക്കലാണ് പറഞ്ഞാൽ ഒരു സാവകാശത്തിൽ തുള്ളൽ കുറവാണ്. എടുത്തുള്ളൽ സമ്പ്രദായം ഉണ്ട്. ബദിരമന സമ്പ്രദായത്തിൽ പഠിപ്പിക്കുന്നതിന് തുള്ളൽ തന്നെ പറയും. എടുത്തുള്ളൽ അതിന് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രം. പിന്നെ മറ്റ് ബാക്കിയൊക്കെ ശാന്തമായിട്ടില്ല. അപ്പോൾ കൊട്ടുമുറുകൂല്ല. വാദ്യം അങ്ങനെ. ഇന്നത്തെ വാദ്യക്കാരെ മുമ്പിൽ നൃത്തം ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയും പിന്നെ ഇന്നത്തെ വാദ്യക്കാർ പറഞ്ഞാൽ നല്ല കീടൽ ചെറിയ പിള്ളേർ പറഞ്ഞാൽ എന്താ കൊട്ട് അവരെ എടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ മുറുകണം. അപ്പോൾ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ പിന്നെ നമ്മൾ ഓരോ ക്ഷേത്രത്തിൽ ഓരോ ദേവതയാണല്ലോ, അതിനനുസരിച്ചിട്ട് ഈ നൃത്തത്തിൽ എന്താ വ്യത്യാസമുണ്ടോ? അത് വ്യത്യാസമില്ല. സ്ത്രീ ദൈവങ്ങളും പുരുഷ ദൈവങ്ങളാണെന്നും വ്യത്യാസമില്ല. എല്ലാവർക്കും ഗണപതി ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗണപതിക്ക് ഒഴികെ ബാക്കി എല്ലാ ദേവന്മാർക്കും ദേവിമാർക്കും തിടമ്പ് നൃത്തമുണ്ട്. നമുക്ക് ഈ വടക്കേ മലബാറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തിടമ്പ് നൃത്തമില്ലാത്തൊരു ഉത്സവത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ഉത്സവം ഈ തിടമ്പ് നൃത്തം വളരെ പ്രധാനം തന്നെ. തിടമ്പ് നൃത്തം ഇല്ലാത്ത ക്ഷേത്രങ്ങളുണ്ടോ? ഉണ്ട്. ഇപ്പൊ പയ്യന്നൂർ അമ്പലത്തിൽ പിന്നെ പയ്യന്നൂർ അമ്പലത്തിൽ ഇപ്പൊ ഇല്ല. അതുപോലെ ശിവേലി മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടെ നമ്മളെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, പിന്നെ കാഞ്ഞിരങ്ങാട്, ഈ 3 ദിക്കിൽ
ഇപ്പം തടമ്പ് നൃത്തം ഇല്ല, അത് കേട്ടറിവില്ല. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പം നമ്മുടെ തൃച്ചംബരത്തെ കാര്യമാണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അവിടെ 2 തടമ്പാണ്, 2 തടമ്പ്, 2 നർത്തകരാണ്. അങ്ങനെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഓ, ഇഷ്ടം പോലെ. പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിലുണ്ട് 2 തടമ്പ്, 3 തടമ്പ്, 4 തടമ്പ്. 4 തടമ്പുള്ളത് ഇപ്പം ഈ അടുത്ത ചുറ്റുവട്ടത്ത് ഇവിടെ നമ്മളെ ഹനുമാരമ്പലത്തിൽ. മറ്റ് 2 തടമ്പുണ്ട്, 3 തടമ്പുണ്ട്. ഇപ്പം ചേലേരി അമ്പലം, അതുപോലെ വാരത്ത്, അവിടെയൊക്കെ 3 തടമ്പാ. മറ്റൊട്ടുമുക്കാൽ ഇളയാവൂര്, ഇവിടെ തൃക്കപാലം, ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. നാറാണത്ത്, അപ്പോൾ ഞാൻ പോയ സ്ഥലങ്ങൾ തന്നെ കുറേ ഉണ്ട്. അതൊക്കെ 2 തടമ്പ്. ആ 2 നർത്തകന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ഥലത്ത് ഇത് ധാരണകളൊന്നും ഉണ്ടാവില്ല. ഇന്ന് പിന്നെ ഇത് എല്ലാം ഒന്ന് തന്നെയാണല്ലോ, ഒരേ താളം, പിന്നെ 5 പ്രദക്ഷിണം, 4 താളം, 5 പ്രദക്ഷിണം എന്നുള്ള കണക്കിന്. പിന്നെ ഈ ഒരാൾ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു ആള്, സീനിയർ ആയിട്ടുള്ള ആള്, മറ്റേ ആള് ഇദ്ദേഹത്തിനനുസരിച്ചിട്ട് ഫോളോ ചെയ്തിട്ട് പോകണം. അതാണ് കഴിഞ്ഞാൽ തീ 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 ധീ തീ 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 ധീ തീ ധീ 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 തീ 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 ധീ. ഉത്തര മലബാറിലെ തിടമ്പ് നൃത്ത കലാകാരന്മാരിൽ ശ്രദ്ധേയനാണ് അണലക്കാട്ട് മാധവൻ നമ്പൂതിരി. ഉത്തര കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും ദക്ഷിണ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിലും കൂടാതെ ഇന്ത്യയിലെ വിവിധ സ്ഥലത്തെ ക്ഷേത്രങ്ങളിലും മാധവൻ നമ്പൂതിരി തിടമ്പ് നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. തൃപ്പാണിക്കര ശിവക്ഷേത്രം, വീരചാമുണ്ഡി ക്ഷേത്രം, പൊങ്ങിലാട്ട് വല്ലാക്കുളങ്ങര ദേവീക്ഷേത്രം, പാന്തോട്ടം വയത്തൂർ കാലിയാർ ക്ഷേത്രം, പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം, മട്ടന്നൂർ മഹാദേവ ക്ഷേത്രം, കീഴ്ത്തളി ശിവക്ഷേത്രം, കോട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം, അന്നൂർ മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങി ഒട്ടേറെ ദേവാങ്കണങ്ങളിൽ മാധവൻ നമ്പൂതിരി ദേവന്റെ തിടമ്പുമായി ചുവടുകൾ വെച്ചിട്ടുണ്ട്. കൂടാതെ ഡൽഹി, ഉത്തര ഗുരുവായൂർ, എറണാകുളം പാവക്കുളം ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിൽ ദേവനടനം നടത്തുവാനായി അദ്ദേഹം ക്ഷണിക്കപ്പെടുകയുണ്ടായി. ഒരു തിടമ്പ് നൃത്ത കലാകാരൻ എന്ന നിലയിൽ നമ്മൾ അങ്ങയിലേക്ക് മാധവൻ നമ്പൂരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു തിടമ്പ് നൃത്ത കലാകാരൻ എന്ന നിലയിൽ നമ്മുടെ ഇവിടെ ചുറ്റുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ, ചിലപ്പോൾ കേരളത്തിൻ്റെ പുറത്ത്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും തിടമ്പ് നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രധാനമായിട്ട് എവിടെയൊക്കെയാണ് തിടമ്പ് നൃത്തം അവതരിപ്പിച്ചിട്ടുള്ളത്, അതിൻ്റെ അനുഭവങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കുറേ ക്ഷേത്രങ്ങളിൽ, പിന്നെ ക്ഷേത്രങ്ങളുടെ ശരിക്കും പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയിൽ കിട്ടില്ല. അപ്പം അത്രയും ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ പോയി. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തൃപ്പാണിക്കര ശിവക്ഷേത്രം. പിന്നെ അതുപോലെ വീരയാമണ്ടി, അപ്പോൾ പയ്യന്നൂരാകുമ്പോൾ അന്നൂർ, കാരളിയമ്പലം, ഹനുമാരമ്പലം ഇപ്പോൾ ഒരു 7 വർഷമായിട്ടുണ്ടാവും ഹനുമാരമ്പലത്തിൽ സ്ഥിരമായിട്ട്. അതുപോലെ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലം പാന്തോട്ടം, ഈ നമ്മുടെ ചെറുകുന്നിൽ. പിന്നെ കീഴ്ത്തള്ളി ശിവക്ഷേത്രം, ധർമ്മശാല. അതുപോലെ കടൂർ ഉദയംകോട്ടം, വാരത്തൊക്കെ കുറേ ആയി പോകാൻ തുടങ്ങിയിട്ട്. അതുപോലെ പിന്നെ ഇളയാവൂര്, അതുപോലെ പ്രധാനപ്പെട്ട മട്ടന്നൂർ, നമ്മുടെ വിളയാങ്കോട്, ഇങ്ങനെ കുറേ ക്ഷേത്രങ്ങളുണ്ട്. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്ഷേത്രങ്ങൾ. ഇപ്പോൾ ഈ നമ്മൾ ഈ സാധാരണ തെയ്യക്കാർക്കെല്ലാം ഇപ്പോൾ ഇന്ന സ്ഥലത്ത് നമ്മൾ ഇന്ന ആളെ വിളിക്കണം അങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊരു ഏരിയ ഉണ്ടല്ലോ, അങ്ങനെ ഇല്ലല്ലേ? തിടമ്പ് തന്നെ മുമ്പൊക്കെ എങ്ങനെ ഒരു പടിത്തരം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കും. പടിത്തരം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ പടിത്തരക്കാർ പോകും. അവർക്ക് ആവുന്നത് പടിത്തരം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും, അന്ന് ഈ ഫോണും പിന്നെ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏൽപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കണം. പിന്നെ സ്ഥിരമായിട്ട് ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്നെ പിന്നെ എപ്പോഴും അടുത്ത ഉത്സവത്തിന്റെ ഡേറ്റ് കണക്കാക്കി വെച്ചിട്ട് ആ സമയത്ത് അവിടെ എത്തും, അവർ തിടമ്പുനൃത്തക്കാരെത്തും. അങ്ങനെ എടുത്തോളം അവർ വെക്കും. പിന്നെ പിൽക്കാലത്ത് ഈ നൃത്തത്തിന് ഇതിന്റെ ആസ്വാദനം വർദ്ധിച്ചേക്കലാണ്. കുറച്ച് പിന്നെ ആരൊക്കെയാണ് ഇപ്പോൾ പുതിയ ആരാ ഉള്ളത്, നന്നായിട്ട് ചെയ്യുന്നവരാരാ ഉള്ളത് എന്നുള്ള അന്വേഷണം വന്നത് പിന്നെയാണ്. അപ്പോൾ ഇപ്പം എങ്ങനെ 3 ദിവസം 4 ദിവസം ഉത്സവം ഉണ്ടെങ്കിൽ ആ ഒരു 4 ദിവസം തന്നെ 4 ദിവസം 4 ആൾക്കാർ
വന്നിട്ട് ചെയ്യുന്ന സമ്പ്രദായം. ഇതിൽ പിന്നെ ഈ അവകാശം എന്ന് പറഞ്ഞിട്ടില്ലേ, ഈ തെയ്യത്തിൻ്റെ സമ്പ്രദായത്തിലെ അവകാശം എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ക്ഷേത്ര കമ്മിറ്റിക്കാരാണല്ലോ പിന്നെ നാട്ടുകാരെടുക്കുന്ന പണം പിരിച്ച് ഉത്സവം നടത്തുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ആൾക്കാർ വേണം. അതായത് ഇന്ന ആള് നല്ല രീതിയിൽ നൃത്തം ചെയ്യുന്ന ആളാണെന്ന് അവർക്ക് തോന്നിയാൽ അവരെ വിളിക്കാം, അവരെ വിളിക്കാം. അല്ലെങ്കിൽ ഒരു കൊല്ലം ഇയാൾ അത്ര പോരാ ഒഴിവാക്കും പിന്നെ വേറെ ആളെ വിളിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അല്ലാതെ നമ്മൾ പറഞ്ഞ പോലെ തെയ്യം പോലെ അങ്ങനെ പരമ്പരാഗതോ അല്ലെങ്കിൽ ഒരാളാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പിന്നെ ഇപ്പം എന്തെങ്കിലും ഒരു കാരണത്തിൽ എനിക്കിപ്പം പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പോൾ വേറെ ആളെയാക്കും. ഏതില്ലെന്നും വിളിക്കാം, എങ്ങനെയും വിളിക്കാം. അതിപ്പം പിന്നെ പുതിയതായിട്ട് വിളിക്കാം. കുറേ ഇപ്പം 5-8 വർഷം പോയ സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഒഴിവാക്കാം. അതൊക്കെ ഇതിൽ മറ്റ് ഒരു വിവരം വരെ അറിയിക്കാണ്ട് ഒഴിവാക്കാം. അതിനൊന്നും ആരും ചോദ്യമൊന്നും ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ അത് പറയലുണ്ട്. അന്നേരം സ്ഥിരമായിട്ട് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ ഇന്നതിക്കലുണ്ടെന്ന്. അപ്പോൾ ഒരു വിവരം തന്നു കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു അവരോട് പറയലുണ്ട്. നമുക്ക് അത്ര പറയാനാവുള്ളൂ അല്ലേ? അതെ. അപ്പോൾ അത്രയും നമുക്ക് കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എത്തിയോ? കേരളത്തിൽ ഇപ്പം കോഴിക്കോട് പിന്നെ ഇവിടെ ഇപ്പം സാധാരണ മുമ്പൊക്കെ കണ്ണൂർ കാസർഗോഡ് ജില്ലയേ ഉള്ളൂ തടമ്പ് നൃത്തം. ഇപ്പോൾ അങ്ങോട്ട് വടകര പിന്നെ അതുപോലെ തൃച്ചംബരത്തിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്, മണിയൂർ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രം. അവിടെയൊക്കെ സ്ഥിരമായിട്ട് ഉത്സവമുള്ളതാണ് പയ്യോളി. അതുപോലെ കോഴിക്കോട് ചെലവൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. അവിടെ പിന്നെ അവിടുത്തെ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ വർഷവും ഈ കൊറോണ കാലത്ത് വരെ അവിടെ ബാക്കിയിലേക്കിലൊന്നും ഉത്സവം ഉണ്ടായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അത് ആറാട്ട് കഴിഞ്ഞ് വന്ന് അവിടെ നിർത്തും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ. അതുപോലെ ഇപ്പോൾ പിന്നെ വേറൊരാൾക്ക് പകരം പോയതാണ് ഞാൻ. വട്ടക്കുന്ന് ഹരികൃഷ്ണൻ നമ്പൂതിരിക്ക് പകരം ഇവിടെ എറണാകുളം പിന്നെ പാവക്കുളം ശിവക്ഷേത്രം. അവിടെ അവർക്ക് ഒക്കെ പിന്നെ അങ്ങനെ തെക്കോട്ടൊന്നും സ്വതവേ ഇത് ഇല്ലല്ലോ. പക്ഷെ അവർക്ക് ഭയങ്കര ഇതായി ഒരു തടമ്പ് നൃത്തം എന്താണ് ഇത്, വെറും ഒരു പിന്നെ പ്രോഗ്രാം, സ്റ്റേജ് പ്രോഗ്രാം പോലെയുള്ളൊരു സംഭവം അല്ലല്ലോ. അതുകൊണ്ട് എന്താ ഇത് ഇപ്പം നമ്മളെ സ്വന്തം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് പോകുന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളെ ഒരു കഴിവ് കൊണ്ട് പോകുന്നു ഇതിന് പറയാനാവില്ല. അതെല്ലാം അതിപ്പോൾ നൃത്തക്കാർക്ക് എല്ലാം അനുഭവമായിരിക്കും. അത് ഈ ദർശനം എന്നല്ല, ഈ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ കുട്ടിയോറിക്കൽ, അതിൽ പിന്നെ നമുക്കൊരു എന്തോ ഒരു ഈശ്വര ഇതിന് എന്തോ ഒരു ശക്തി അവിടുന്ന് തരുന്നതുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇല്ലെങ്കിൽ ആവില്ല. നല്ല 1 മണിക്കൂർ റെസ്റ്റില്ലാത്ത പരിപാടിയാണ്. എവിടെയും അതിൻ്റെ ഇടയിൽ റെസ്റ്റില്ല. അതുപോലെ പിന്നെ വേറൊരു പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡൽഹിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം. ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു, പുറത്ത് പോയിട്ട്. ഡൽഹിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ 3 വർഷം ഉത്സവം ഉണ്ടായിട്ടുള്ളൂ. അതാരെങ്കിലും സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വർഷം കമ്മിറ്റിക്കാരെ വക തന്നെയായിരുന്നു. മറ്റേ ആരെങ്കിലും സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചിലവ് വരുമല്ലോ. ഇവിടെ നിന്ന് എല്ലാവരും കൂട്ടിയിട്ട് പോകണം. അങ്ങനെ എല്ലാം കൊണ്ട് പിന്നെ അവിടെ 3 വർഷം അവിടെ ഉണ്ടായി. ഈ വാദ്യക്കാരും നൃത്തക്കാരൊക്കെ ഒറ്റ ടീമായിട്ടാണോ അല്ല രണ്ടായിട്ട് ഏൽപ്പിക്കണോ? അത് ഇപ്പോൾ പുറമേയൊക്കെ പോകുമ്പോൾ ഒരു ടീമായിട്ട് ഏൽപ്പിക്കും. മറ്റു ക്ഷേത്രത്തിലൊന്നും അങ്ങനെയില്ല. ക്ഷേത്രത്തിൽ വാദ്യം വേറെ അതിനനുസരിച്ച്. അല്ല, ഈ വാദ്യക്കാരും നമ്മളും തമ്മിൽ ഒരു ധാരണ വേണ്ടേ? ധാരണ എന്ന് പറയുന്നത് അത് ഒരു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ധാരണയ്ക്കാണെന്ന് തോന്നും. ഒരു ധാരണയില്ല ഇതിൽ. അവർ ഈ തടമ്പ് നൃത്തത്തിൽ ഇത് മാനസികമായിട്ടുള്ളൊരു പിന്നെ നല്ല വാദ്യക്കാരാണെങ്കിലും നൃത്തക്കാർ എന്ത് ചോട് വെച്ച് കഴിഞ്ഞാലും അവർ കൊട്ടും. അതുപോലെ പിന്നെ നല്ല നൃത്തക്കാരനാണെങ്കിൽ വാദ്യക്കാരെന്ത് കൂട്ടിക്കഴിഞ്ഞാലും അവർ ചോടും വെക്കും. അത് മനോധർമ്മങ്ങൾ മാത്രമേ, ബാക്കിയെല്ലാം ഏകദേശം ഒരേ സമ്പ്രദായം തന്നെ, ഒരേ സമ്പ്രദായത്തിൽ തന്നെ ഉള്ളതായതുകൊണ്ട് പ്രയാസമില്ല. അവട്ട് മറ്റ് ശരിക്കും നല്ല വാദ്യക്കാർ ഇത് നമ്മളിങ്ങോട്ട് എങ്ങനെ പറയൽ വരച്ചാൽ പിന്നെ നൃത്തത്തിന് കൊട്ടി കലാശിക്കാൻ പറ്റിയ നല്ല വാദ്യക്കാരനായി എന്നാണ്. വാദ്യം അയാൾ തെളിഞ്ഞു. അതിൽ നൃത്തത്തിന് കൊട്ടി കലാശിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ നല്ല വാദ്യക്കാരനെ. നൃത്തത്തിന് കൊട്ടി കലാശിക്കാൻ പറ്റുന്ന ഒരാൾ ഇല്ലെങ്കിൽ ഉത്സവം നടത്തണമെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ നല്ല വാദ്യക്കാരനാവണമെങ്കിൽ ഇത് വേണം. നമുക്ക് അത് ഒരുപാട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മളെ സമയപരിമിതി കൊണ്ടാണ് ഞാൻ പറയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു നമ്മുടെ 19ാമത്തെ വയസ്സിൽ അരങ്ങേറി എന്നൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ തിടമ്പ് നൃത്തം പഠിപ്പിച്ചത്? ആരാണ് ഗുരു? ആരാണ്? അതിൻ്റെ തുടക്കം എവിടെയാണ്? എവിടുന്നാണ് അരങ്ങേറിയത്? അത്തരം കാര്യങ്ങളൊന്ന്. ഞാൻ 19ാമത്തെ വയസ്സിൽ ഇതൊരു ആഗ്രഹം, ഒരു യാദൃശികമായിട്ട് ആണ് പഠിച്ചത്. ഒരു ഈ അന്ന് ഈ ഉത്സവങ്ങൾക്ക് കുട പിടിക്കാനൊക്കെ പോകും. പിന്നെ കുട പിടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസയൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു പിന്നെ ഇതിനോടുള്ളൊരു ഉത്സാഹം അങ്ങനെ പോകും. അങ്ങനെ പട്ടുവത്ത് പോയ സമയത്ത് അവിടുന്ന് കാങ്കോല് കൃഷ്ണമാരാറ പരിചയപ്പെടുന്നു. കൃഷ്ണമാരാ വാദ്യം അദ്ദേഹം നൃത്തം പഠിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം ആരെയൊക്കെ ഇപ്പം ഇതിനിടെ മരിച്ച കേശവൻ നമ്പൂതിരിനൊക്കെ അദ്ദേഹം പഠിപ്പിച്ചത്. വാദ്യക്കാരാണ് ഇത് പഠിപ്പിക്കുന്നത് അല്ലേ? വാദ്യക്കാരും പഠിപ്പിക്കും, പിന്നെ ഇവർ നൃത്തക്കാരും പഠിപ്പിക്കും. ബദിരവന ഒരുപാട് ശിഷ്യന്മാരുണ്ട് ബദിരവനക്ക്. അതുപോലെ ഇപ്പം മരിച്ചുപോയ മാടവന ശങ്കരൻ എമ്പ്രാന്തിരി ഒരുപാട് ശിഷ്യന്മാരുണ്ട്. പിന്നെ കാങ്കോല് കൃഷ്ണമാരാറ് എടുക്കുന്നതാണ് ഞാൻ പഠിച്ചത്. അദ്ദേഹം വളരെ ഒരു സാത്വികനായിട്ടുള്ളൊരു
പക്ഷേ അന്ന് നമുക്ക് സാമ്പത്തികമൊന്നുമില്ല ഇത് പഠിക്കാൻ. പക്ഷെ ആ സാമ്പത്തികമൊന്നും നോക്കാതെ എന്നെ പഠിപ്പിച്ചാണ്. അപ്പോൾ ആ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത്രയും ക്ഷേത്രങ്ങളിൽ പോകുന്നതും എന്നൊക്കെ എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അങ്ങനെ ഒരു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പഠിപ്പിക്കുന്നുണ്ടേ. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ശിഷ്യന്മാരെ അരങ്ങേറ്റത്തിന് പിന്നെ അദ്ദേഹത്തിൻ്റെ മകനെ വിളിക്കും. അദ്ദേഹത്തിനെ കൊണ്ടാണ് പിതാക്കന്മാരോ അങ്ങനെ വന്നതല്ല. നമ്മളെ കൂട്ടത്തിൽ ആരും നമ്മളെ അറിവിൽ ആരും ഇല്ല തടംപകർത്തക്കാർ. നമ്മളെ ഇല്ലത്ത് ആരും ഇല്ല. പൂജ മാത്രമേ ഉള്ളൂ, പൂജാ പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛൻ ഇലക്ട്രിസിറ്റിയിൽ ജോലിയായിരുന്നു. പിന്നെ പൂജയും ഉണ്ടായിട്ടില്ല. അച്ഛൻ പൂജയെല്ലാം പഠിച്ചിന്, പഠിച്ച് ഓത്തും കാര്യങ്ങളൊക്കെ പഠിച്ചു. അതെ, പിന്നെ ജോലി കിട്ടിയോണ്ട് അതിൻ്റെ മുകളിലായി. അത്രയേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ എവിടുന്ന് അരങ്ങേറെന്ന് പറഞ്ഞത്? അരങ്ങേറ്റം നടന്ന് ഈ അറത്തിൽ ഭദ്രപുരം ക്ഷേത്രത്തിൽ നവരാത്രിക്ക് നവമിക്ക് 19ാമത്തെ വയസ്സിൽ. അത് പൊതുവെ എല്ലാവർക്കും പിടിച്ചിട്ടുണ്ടാവണം അല്ലേ? അതെ, അന്ന് ഗുരു പറഞ്ഞതെന്ന് വെച്ചാൽ നന്നാവും എന്നൊരു വാക്ക് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതുപോലെ അതിന് ശേഷം മട്ടന്നൂർ അമ്പലത്തിൽ വെച്ചിട്ട് ബദിരമന ശ്രീധരൻ നമ്പൂതിരി, ബദിരമന ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നൃത്തത്തിൻ്റെ അധികാരം, അദ്ദേഹം അവിടെ ഞാൻ പ്രസാദം കൊടുക്കാനും തടമ്പെഴുന്നള്ളിക്കാനൊക്കെ നമ്മളെ ഒരു ബന്ധുവിൻ്റെ നമ്മളെ ചിറ്റപ്പൻ ആയിരുന്നു അന്നേരം ശാന്തി. ആ കാലത്ത് പോയ സമയത്ത് അവിടുന്ന് ഒരു ദിവസം ആ മട്ടന്നൂർ അമ്പലത്തിൽ ഒരു അവസരം തരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് പിന്നെ നമ്മളെ താളങ്ങളും ഇതുമൊക്കെ ഒന്ന് കൊട്ടിത്തുള്ളിച്ചു. അത് ഞാൻ വിചാരിക്കുന്നത് അതും ഒരു മഹാഭാഗ്യം. അങ്ങനെയുള്ള ഒരു അദ്ദേഹത്തിന് മുമ്പിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ മനസ്സിൽ മായാത്തൊരു സംഭവമാണ്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ തിടമ്പ് നിർത്തുന്ന ആദ്യകാലങ്ങളിലൊന്നും ഒരു കല എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രദർശനം എന്നുള്ള രീതിയിൽ ആരും കണ്ടിട്ടില്ല. ആളുകൾ അത് കാണാനൊന്നും നിൽക്കാറില്ല. അത് ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ ആളുകൾ അതിനെ പലപ്പോഴും ഒഴിഞ്ഞു മാറുക ചെയ്യും. പക്ഷേ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം അതൊരു പ്രധാനപ്പെട്ട ഒരു കല എന്ന രീതിയിൽ ആൾ അംഗീകരിക്കാൻ തുടങ്ങി, ആളുകൾ അത് കാണാൻ തുടങ്ങി, വിലയിരുത്താൻ തുടങ്ങി. അതോടനുബന്ധിച്ച് തന്നെ പ്രധാനമായിട്ട് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ ക്ഷേത്രകലാ അക്കാദമി, ഫോക്ലോർ അക്കാദമി തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ ഈ തിടമ്പ് നൃത്തത്തെ ഒരു കല എന്ന രീതിയിൽ അംഗീകരിക്കാനും തുടങ്ങി. അതോടുകൂടിയിട്ട് ഈ തിടമ്പ് നൃത്തം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് എന്തെങ്കിലും ഗുണകരമായിട്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഈ നൃത്തം ചെയ്യുന്ന കലാകാരന്മാർ അതിനെക്കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? എന്താണ് മാറ്റം അങ്ങേക്ക് അനുഭവപ്പെടുന്നത്? കലാനില അത് അതിനെക്കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അങ്ങനെ അംഗീകരിച്ചോളൂ. മുമ്പേ അംഗീകരിക്കേണ്ടതായിരുന്നു. എന്താ വെച്ചാൽ ഒരുപാട് അംഗീകാരം കിട്ടാത്ത കലാകാരൻ ഇപ്പോൾ ഫോക്ലോർ അക്കാദമി, അതുപോലെ ക്ഷേത്രകലാ അക്കാദമി, ഇതിലൊക്കെ പിന്നെ അംഗീകാരം ഉണ്ടല്ലോ. അതിൻ്റെ ഒന്നും മാനദണ്ഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്ന് ഇപ്പം നന്നായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ ആ സദസ്സിൽ ഒരു പൊന്നാട എണ്ണീച്ച് ആദരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ കൊടുത്ത് ആദരിക്കുക എന്നുള്ളൊരു സമ്പ്രദായം. അത് ഇപ്പം ജനങ്ങൾക്ക് അവർക്ക് തോന്നിയിട്ട് ചെയ്യുന്നതല്ലേ. മുമ്പ് അതൊന്നുമില്ല. മുമ്പ് കുറേ ഞാൻ എൻ്റെ ഓർമ്മയിൽ കണ്ട ഒരു ആദരവ് 25 വർഷം തുടർച്ചയായിട്ട് ഇവിടെ ഹനുമാനമ്പലത്തിൽ തിടമ്പെടുത്തെ പിന്നെ ബദിരമന ശ്രീധരൻ നമ്പൂതിരിക്ക് വിളക്കും പൊന്നാടിയും കൊടുത്ത് ആദരിക്കുന്ന ഒരു ചടങ്ങ് ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിൽ. അതിന് ശേഷം പിന്നെ കുറേ കാലങ്ങൾ ഇതൊന്നും ഉണ്ടായില്ല. അതുപോലെ ഒരുപാട് അംഗീകാരം കിട്ടാതെ പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ഭൂമിയിൽ ഇല്ലാത്തവർ. പക്ഷേ അതിനുശേഷം ഇത് ക്ഷേത്രകലാ അക്കാദമിയിലും പിന്നെ ഈ ഫോക്ലോറിലൊക്കെ വന്നതിന് ശേഷം പിന്നെ ഒരുപാട് ഗുണങ്ങൾ തന്നെ, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് കുറേ പേർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അതൊരു അംഗീകാരം എന്ന് പറഞ്ഞാൽ ഇത്രയും ചെയ്യുന്ന നമ്മൾ കേവലം ഒരു പൈസക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമല്ലോ. അപ്പോൾ ആസ്വാദകർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ട് ഉള്ളൊരു വിഷയമായതുകൊണ്ട് ആസ്വാദകർ അപ്പോൾ അവരെടുക്കുന്ന കിട്ടുന്നതൊരു അംഗീകാരം വലിയ പ്രധാനം തന്നെയല്ലേ. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? സാമ്പത്തികമായിട്ട് ഈ അവാർഡ് കിട്ടിയതിനെ കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും ഇന്ന് മുമ്പത്തെ പോലെയല്ല. ഇന്നിപ്പോൾ ഓരോ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ കണ്ട് അതിനുള്ള പ്രതിഫലം കൊടുക്കുന്നുണ്ട്. ഇല്ല, മുമ്പത്തെ അവസ്ഥയല്ല. അല്ല ഇപ്പോൾ ഏത് കലയായാലും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടായിരിക്കുമല്ലോ. കല എന്ന് പറഞ്ഞാലും അതിലൊരു സാമ്പത്തിക വശമുണ്ട്. നമ്മൾ പലർക്കും അത് ഉപജീവനമാണ്. ചിലർക്കത് നമ്മുടെ സൈഡ് തങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും മറ്റു ചിലർക്ക് അങ്ങനെയല്ല. മറ്റു പലർക്കും അത് ഒരു ഉപജീവന മാർഗ്ഗമാണ്. അതിൻ്റെ സാമ്പത്തിക വശങ്ങളുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ തിടമ്പ് നൃത്ത കലാകാരന്മാർക്ക് പൊതുവെ നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തിടമ്പ് നൃത്ത കലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ഇതന്നെ ഈ ഇപ്പോൾ പറഞ്ഞ ഒരവസ്ഥയുണ്ടല്ലോ. ഒന്നാമത് ഈ 2 ജില്ലകളിലെ കാര്യമായിട്ട് തിടമ്പ് നൃത്തമുള്ളൂ. ഈ കണ്ണൂർ, കാസർഗോഡ്. ഉത്സവം എന്ന് പറയുന്നത് 6 മാസമേ ഉള്ളൂ. 6 മാസം സീസണിലേ ഉത്സവമുള്ളൂ. അത് കഴിഞ്ഞാൽ അതും അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ തിടമ്പ് നൃത്തത്തിന്.
ഇത് മാത്രം കൊണ്ട് ജീവിക്കാനൊന്നും പറ്റില്ല, തടമ്പ് നൃത്തം കൊണ്ടാവും മാത്രം ആവില്ല. പക്ഷേ ഇത് ഈ സീസണിൽ ഇതൊരു ചെറിയൊരു വരുമാന മാർഗം തന്നെ. ഈ സീസണിൽ തെയ്യക്കാരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ആ ഒരു നിശ്ചിത സീസണിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നുകിൽ നമ്പൂതിരിമാർ ഒട്ടുമുക്കാലും പൂജ ഉള്ളവരോ അല്ലെങ്കിൽ ജോലിയുള്ളവരുണ്ട്. ഇപ്പോൾ തടമ്പ് നൃത്തത്തിലുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ. അവർ ഇതിനെ ഈ പറഞ്ഞ പോലെ അതിൽ നിന്ന് കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, ഒരു ആനന്ദം. ഈ തിടമ്പെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നൊരു ആനന്ദം ഇപ്പം ഈ ധ്യാനത്തിലൊക്കെ പറയും പോലെ അതൊരു ആനന്ദമാണ്. അതുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. നമ്മളെ പോലെ മാത്രമല്ല, നമ്മൾ കംപ്ലീറ്റ് ഉപജീവനായിട്ട് പോകുന്നവരും അല്ലാത്തവരുണ്ട്. ഉപജീവനായിട്ട് പോകുന്നവരും ഇപ്പം എന്നെ പോലെയുള്ളവരൊക്കെ പറയുന്നത് നമ്മൾ ശാന്തി വേറെ ശാന്തി ഇത് മാത്രമാവില്ല. അപ്പോൾ പിന്നെ ഏതെങ്കിലും തന്ത്രിമാരൊന്നിച്ച് വല്ല പരികർമ്മോ പൂജയോ എന്തിനായാലും പോവും. ഈ തടമുഹൂർത്തം മാത്രമായിരിക്കില്ല, എന്തെങ്കിലും കൂടെ ആകുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ പഴയതുപോലെയാണോ നമുക്ക് പൈസ ചോദിച്ച് ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റും? ബാർഗെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കുറച്ചൊക്കെ പറയാം, അങ്ങനെ താഴ്മയോട് പറയാൻ അപേക്ഷിക്കാനേ പറ്റൂ. പക്ഷേ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പോലെ നമ്മളെ വിളിക്കൂല അവർ, അത്രയുള്ളൂ. എല്ലാവരും കുറഞ്ഞ പൈസയിലാണല്ലേ വിളിക്കുള്ളൂ അല്ലേ? അത് പിന്നെ കാര്യമല്ലേ. പക്ഷെ എന്നാലും ഇന്നത്തെ കാലത്ത് ആരും നല്ല അധ്വാനമുള്ളതല്ലേ. കാരണം ലോഹത്തിന്റെ സാധനം തലയിൽ മണിക്കൂറോളം ചെയ്യുന്നല്ലേ. അപ്പോൾ വളരെയധികം അധ്വാനമുള്ള നല്ല അധ്വാനമുണ്ട്. വാദ്യകലാകാരനായ കാങ്കോൽ കൃഷ്ണമാരാരുടെ കീഴിൽ തിടമ്പ് നൃത്തം അഭ്യസിച്ച അണലക്കാട്ട് മാധവൻ നമ്പൂതിരി 1990 അറത്തിൽ ഭദ്രപുരം ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ് അരങ്ങേറ്റം കുറിച്ചത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തിടമ്പ് നൃത്തത്തിൽ ശ്രദ്ധേയനായി മാറിയ മാധവൻ നമ്പൂതിരി നൃത്തത്തിന്റെ എല്ലാ ചാരുതകളെയും ആവാഹിച്ച് ശിരസിലെ ദേവാംശവുമായി മുറുകി ഉണരുന്ന താളത്തിനനുസൃതമായി സ്വയം ഉറഞ്ഞ് ചുവടുകൾ വെക്കുന്നു. 2011 കുഞ്ഞുമംഗലം വല്ലാകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും പട്ടും വളയും നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. കൂടാതെ കീഴ്ത്തളി ശിവക്ഷേത്രം, ചുഴലി തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം, മുണ്ടേരി മഹാലക്ഷ്മി ക്ഷേത്രം, ഏച്ചൂർ കോട്ടം ശിവക്ഷേത്രം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിൽ വെച്ചും അണലക്കാട്ട് മാധവൻ നമ്പൂതിരി ആദരിക്കപ്പെടുകയുണ്ടായി. പരേതരായ അണലക്കാട്ട് ഗോവിന്ദൻ നമ്പൂതിരിയുടെയും ദേവകി അന്തർജനത്തിന്റെയും മകനായി കുഞ്ഞുമംഗലത്താണ് മാധവൻ നമ്പൂതിരി ജനിച്ചത്. ഭാര്യ ലത, മക്കൾ ശിവപ്രസാദ്, ശ്രീകണ്ഠൻ എന്നിവരാണ് അദ്ദേഹത്തിന്റെ കുടുംബം. അപ്പോൾ നമ്മുടെ മാധവൻ നമ്പൂതിരിയുടെ കുടുംബം പിന്നെ എന്താണ് ബാല്യം, വിദ്യാഭ്യാസം ഇതൊക്കെ എങ്ങനെയാണ്? അപ്പോൾ പിന്നെ നമ്മൾ 9 മക്കളായിരുന്നു. 10 ആളുണ്ടായിരുന്നു, ഒരാൾ മരിച്ചുപോയി. പിന്നെ അപ്പോൾ ഈ അച്ഛൻ ഇലക്ട്രിസിറ്റിയിൽ ജോലിയൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും 9 മക്കൾ എന്നെല്ലാം പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയല്ലേ. യാത്രയില്ലു അത് വലിയ ബുദ്ധിമുട്ടാണ്. ആഴ്ചക്കില്ല റേഷൻ. പിന്നെ ഞാൻ 10ാം ക്ലാസ് വരെ സാമ്പത്തികം കൊണ്ടോ ഒന്നുമല്ല പഠിക്കാനത്. എൻ്റെ പഠിപ്പിൻ്റെ ഇതുകൊണ്ട് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് വിട്ട് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം പ്രീ ഡിഗ്രി പോയി. പ്രീ ഡിഗ്രി ഗ്യാപ്പ് പ്രീ ഡിഗ്രി അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ ഡിഗ്രി മേഴ്സി കോളേജിൽ ഡിഗ്രി പോയി. ഡിഗ്രി അവർ ഇംഗ്ലീഷ് കിട്ടിയില്ല പറഞ്ഞില്ല, ഒരു കാരണം കൊണ്ട് പിന്നെ അത് വിട്ടു. പിന്നെ അതെല്ലാം പോയി, അതിനെ വിട്ടില്ല. പിന്നെ ക്ഷേത്രം തിടമ്പ് നൃത്ത പരിപാടിയായിട്ട് അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് തന്നെ ആയി. ഈ പൂജാതി കർമ്മങ്ങൾ നേരത്തെ ഉണ്ടോ? നേരത്തെ ഉണ്ട്. പൂജാതി കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു പ്രധാനപ്പെട്ട നമ്മളെ കുടുംബക്ഷേത്രമാണ് തൃപ്പാണിക്കര ശിവക്ഷേത്രം. അപ്പോൾ അവിടെ മുതൽ 7ാം ക്ലാസ് 8ാം ക്ലാസ് അവിടെ അന്നേരം പൂജയൊന്നുമില്ല, നിവേദ്യമേ ഉള്ളൂ. അപ്പോൾ അന്ന് അവിടെയൊക്കെ പോലുണ്ട്. അവിടെ പിന്നെ ഞാനും അനിയനുണ്ട് ശംഭു, എല്ലാം കൂടെ പിന്നെ ശാന്തി പരിപാടികളായിട്ട് അന്നേരം ഉണ്ട്. ഈ സ്കൂളിലും പഠിപ്പിൻ്റെ ഇടയിലും പൂജയും പരിപാടിയുണ്ട്. അതുപോലെ കോളേജിൽ പോകുന്ന സമയത്ത് വെളയാങ്കോട് ശാന്തി ഏറ്റു. ശാന്തിയും കോളേജിൽ പോക്കും കൂടിയിട്ടാണ്. സുകാര്യം ചോദിക്കാം, ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കുറച്ച് മിമിക്രി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടല്ലോ? അതൊക്കെ ഉണ്ടായിരുന്നു, എന്തായാലും ഉണ്ടായി. പിന്നെ അതെല്ലാം അതിനോടല്ല എന്താണ് കഴിവുള്ള ഒരു മിമിക്രി കലാകാരനായിരുന്നു അന്ന്. കഴിവൊന്നുമില്ലപ്പാ ഇന്നത്തെ ആൾക്കാരൊക്കെ. അന്ന് അത്ര വലിയ ഇതൊന്നുമില്ല. അന്നത്തെ ചെറിയ ഒരു അനുകരണം താല്പര്യമല്ലേ, വേണ്ടത്ര വികസിപ്പിച്ചില്ല. അത് വികസിപ്പിക്കാനുള്ള അവസരങ്ങളൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ അത് ഇന്നത്തെ കാലഘട്ടമാണ് അന്നെങ്കിൽ ചിലപ്പോൾ
ആ ഫീൽഡ് വേറൊരു ഫീൽഡിലേക്ക് പോയേനെ. ആ അന്ന് താല്പര്യം ഉണ്ടായി അഭിനയിക്കാൻ താല്പര്യമുണ്ട്, മിമിക്രിയോട് ശേഷിയും ശബ്ദാനുകരണത്തിലൊക്കെ കുറച്ച് കഴിവുണ്ടായിരുന്നു. അത് വസ്തുതയാണ്, ഞാൻ ചുമ്മാ പറയല്ല. എനിക്കറിയാം, മാഷ് എന്നെ പഠിപ്പിച്ചു. അപ്പോൾ അത് പറഞ്ഞ നമ്മളിപ്പോൾ തെടുമ്പ് നൃത്തം വളർത്തിയെടുത്തു പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാനാവില്ലല്ലോ. ഓക്കെ. അപ്പോൾ എന്താ കല്യാണമൊക്കെ ഇപ്പം കഴിഞ്ഞത്? കല്യാണം കഴിഞ്ഞ് പിന്നെ 24-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. ഇപ്പം മക്കള് 2 മക്കള്. ഭാര്യയ്ക്ക് ജോലിയുണ്ടോ? ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല, അടുക്കള. പിന്നെ ഓള് ബികോമെല്ലാം കഴിഞ്ഞാണ്. പിന്നെ ജോലിയിൽ കുറച്ച് ശ്രമിക്കുകയെല്ലാം ചെയ്യും, പിന്നെ അതൊന്നും ആയില്ല. പിന്നെ മോനിപ്പം പിന്നെ ബിടെക് കഴിഞ്ഞ് മൂത്താൾക്ക് ജോലി കിട്ടി. 2 മക്കളാണോ? ആ, രണ്ടാമത്തെ ആൾ പിന്നെ ഇവിടെ +1 പഠിക്കുന്നു, ഹയർ സെക്കൻഡറി ഇവിടെ കുഞ്ഞുമംഗലം. പിന്നെ മറ്റേ ആളിപ്പം ജോലിയിൽ ഇപ്പം കയറിയതല്ലോ ജനുവരിയിൽ ഇൻഫോസിസിൽ. അതുകൊണ്ട് അതൊരു അവന് നൃത്തമൊക്കെ പഠിച്ചു. അത് അരങ്ങേറ്റം കഴിഞ്ഞിട്ടില്ലാന്നല്ലോ. അപ്പോൾ മാധവൻ നമ്പൂരിക്ക് ഈ തടമ്പ് നൃത്തത്തിൽ കുറേ ശിഷ്യരുണ്ട്. അവരെല്ലാം ഒരു പ്രതിനിധിയുടെ രീതിയിൽ ഇവൻ എന്താ പറയുക, ഇപ്പം ഇവൻ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ. ഇപ്പൊ 2-3 വർഷമായി അരങ്ങേറ്റം കഴിഞ്ഞിട്ട്. ശിഷ്യരുണ്ട് ഇപ്പോൾ 6 ആൾക്കാർ, അല്ലെങ്കിൽ 4 ആൾക്കാർ അരങ്ങേറ്റം കഴിഞ്ഞു, 2 ആൾക്കാർ കഴിഞ്ഞില്ല. അതിൽ ഒന്ന് എൻ്റെ മകൻ തന്നെ. രണ്ടാൾ അരങ്ങേറ്റത്തിന്. ഇയാളുടെ പേരെന്തായിരുന്നു? ഇയാളുടെ പേര് കേശവൻ, ഉപദ്രവന കേശവൻ. ഉപദ്രവന പേര് ഇവിടെ പുറച്ചേരിയ. അദ്ദേഹം പറയട്ടെ, എന്താ പഠിക്കാണോ? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ ഈ തിടമ്പ് നൃത്തം പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാനൊരു 3 കൊല്ലം കഴിഞ്ഞു അരങ്ങേറ്റം കഴിഞ്ഞിട്ട്. എന്താ അതിനോടൊരു താല്പര്യം വരാൻ എന്തെങ്കിലും? പ്രത്യേകിച്ച് അങ്ങനെ കഥകളി തിടമ്പ് നൃത്തം ഇത് പഠിക്കണം എന്നായിരുന്നു താല്പര്യം. കഥകളിയോടായിരുന്നു ആദ്യം താല്പര്യം. കഥകളി പഠിച്ചോ? ഇല്ല. പഠിച്ചില്ല, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ. ഇപ്പോഴും കിട്ടില്ല. തിടമ്പ് നൃത്തം അരങ്ങേറ്റം നടത്തി കുറേ വേദികളിൽ അവതരിപ്പിച്ചോ? കഴിഞ്ഞു. ഞാൻ ചോദിക്കാം, അപ്പം ഇത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ തിടമ്പ് നൃത്തത്തിന് ഇപ്പോൾ പുതിയ ഈ രംഗത്തേക്ക് വരുന്ന പുതിയ തലമുറ കുറച്ചല്ലേ, വിരളല്ലേ? അപ്പോൾ ഈ ഒരു കല എന്താണ് ഒരു അന്യം നിന്ന് പോകുന്ന? ഇല്ല, അതൊരിക്കലും സംഭവിക്കില്ല. കാരണം ഒരുപാട് ചെറുപ്പക്കാർക്ക് ഇതിനോട് താല്പര്യമുണ്ട്, പഠിക്കാൻ താല്പര്യമുണ്ട് ആൾക്കാർക്ക്. സാഹചര്യവും ഇതെല്ലാം കൊണ്ട് ചിലവരങ്ങ് ഇതായി പോകുന്നില്ല. എന്നാലും ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പുതിയ ഇവനെ പോലെയുള്ള ഇപ്പം നവനീത് ചെറുപ്പക്കാരനാണ്. നവനീത് ഉണ്ട്, ഇവനുണ്ട്, അതുപോലെ വേറെ കുറേ കുട്ടികൾ ഇപ്പോൾ പിന്നെ കാസർഗോഡ് ഭാഗത്തുണ്ട്. ഇങ്ങനെ കുറേ ആൾക്കാർ ഇതിലേക്ക് വരുന്നു. ഒരുപാട് എന്തായാലും ഈ കല സജീവമായിട്ട് നിലനിൽക്കും. മാധവൻ നമ്പൂരിക്ക് അർഹിക്കുന്ന രീതിയിലുള്ള അവാർഡ്, പുരസ്കാരം ഇതൊക്കെ എന്തായാലും അല്പം വൈകിയാലും തേടിയെത്തും. ഇപ്പോൾ താങ്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും ശിഷ്യർക്കും കുടുംബാംഗത്തെ പോലെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അവർക്കെല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. നമ്മുടെ ഈ നെറ്റ്വർക്ക് ചാനലിൻ്റെ നേർവഴിയിലെ പരിപാടി കൂടി ഇതൊരു സവിശേഷമായിരുന്ന പരിപാടിയാണ് ഈ എപ്പിസോഡ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ തിടമ്പ് നൃത്തം എന്ന് പറയുന്ന ഒരു കലയെ ഇതുവരെ നമ്മൾ ഈ നേർവഴിയിലൂടെ പരിചയപ്പെടുത്താൻ നമുക്ക് അവസരം ഉണ്ടായിട്ടില്ല. അപ്പം അതിന് ഇവിടെയാണ് അവസരം ഉണ്ടായത്. വളരെ സന്തോഷം, വളരെ നന്ദി. ആയിക്കോട്ടെ, സന്തോഷം. നിങ്ങൾ ഈ നെറ്റ്വർക്ക് ചാനലിൻ്റെ എല്ലാവിധ ആശംസകളും ഇങ്ങനെയുള്ള പരിപാടികൾക്ക്.